ഇന്ന് കൊട്ടയും തോട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത് കടച്ചക്ക പറിക്കാനാണ്. നമ്മൾ ഇപ്രാവശ്യം ഉണ്ടായ കടച്ചക്ക ആദ്യമായിട്ടാണ് നമ്മൾ പറിക്കുന്നത്. ആദ്യം നമ്മൾ കടച്ചക്ക ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കി നമ്മളെ കടച്ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് മുന്നുള്ള ഓരോ വീഡിയോയിലൊക്കെ കടച്ചക്ക ഇങ്ങനെ കാണിക്കുമ്പോൾ ഓരോരുത്തർ ചോദിക്കലുണ്ട് കടച്ചക്ക ആയില്ലെന്നൊക്കെ. ഇപ്പോഴാണ് കുറച്ച് ആയി വന്നത്. നല്ല മൂപ്പായ കടച്ചക്ക നോക്കി നമുക്ക് ഇന്ന് പറിക്കണം. ഇപ്രാവശ്യം കുറച്ച് വൈകിട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമാകുമ്പോഴത്തേന് കടച്ചക്ക നമ്മൾ പറിക്കൽ തുടങ്ങിയിരുന്നു. അപ്പൊ ഇതാ ചെറിയ തോട്ടി എടുത്തത് മുകളിൽ കയറിയിട്ട് പറിക്കാണ്. താഴെ ഈ തോട്ടിയിട്ടൊന്നും അങ്ങനെ എത്തൂല. അപ്പൊ നല്ല താഴ്ഭാഗത്തുള്ളത് നമുക്ക് ഈ തോട്ടിയിട്ട് പറിച്ചിട്ട് എന്ത് ചെയ്യാം, മുകളിൽ കയറിയിട്ട് പിന്നെ അങ്ങനെ പറിച്ചെടുക്കണം. ഇതുണ്ടോ കുറച്ച് വലിയ തോട്ടിയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടൊക്കെ ചിലതൊക്കെ നല്ല തറ്റത്തുണ്ടാവും. ഈ സൈഡിലുള്ളൊക്കെ നോക്കുന്നത് നമ്മളെ കുളത്തിന്റെ സൈഡിലാണ്. അപ്പൊ താഴ്ന്ന് കിട്ടുന്ന ആദ്യം പറിക്കുക അല്ലേ. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ടായി. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കാലാവസ്ഥ മാറുന്നുണ്ട്. എന്നാലും മഴ ഒന്നും ഇല്ല കേട്ടോ. നല്ല കാലാവസ്ഥ ഇന്നലെ ഇന്നായിട്ടൊക്കെ. കുഞ്ഞോളെ ഇത് കണ്ടോ നല്ല മൂത്തൊന്ന്. ഇത് പറിച്ചാലോ. ഈ കടച്ചൊക്കെ ഉണ്ടാവും എന്താ വെച്ചാല് ഒരു കൊലയിലായിട്ട് 3 ഉണ്ടാവും. അപ്പൊ നമ്മൾ നെറ്റ് നോക്കിയിട്ട് വേണത് പറിക്കാനായിട്ട്, അല്ലെങ്കിൽ മൂക്കാത്ത വീണു. ഇങ്ങനെ പറിക്കുമ്പോൾ കുറച്ച് പണി. മരത്തിന് മുകളിൽ നിന്ന് കിട്ടുന്ന അത്ര സിമ്പിളായിട്ട് കിട്ടൂല. പറിക്കട്ടെ. ഇതാ ഇവിടെ നല്ല അടിപൊളി കടച്ചക്ക നോക്ക് കണ്ടൊക്കെ. ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ കടച്ചക്ക പറിക്കുക കേട്ടോ. ഇതിന്റെ ഈ മുള്ളുണ്ടല്ലോ, നമ്മുടെ ചക്കയുടെ മുള്ള് ഇങ്ങനെ പതിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു നിറ വ്യത്യാസം വരും. ഇങ്ങനത്തെ ഒരു നിറം വരും. ഇവിടെ താഴെയുള്ളതൊക്കെ കാണതാ. ഇതിനെ കണ്ടോ നല്ല മുള്ളുണ്ട്. ഇതാ എത്തുന്നില്ല, കാണണ്ടോ നല്ല മുള്ളുണ്ട്. അങ്ങനെ പതിഞ്ഞു വരണം. ഇത് ഇതായതാട്ടോ ഇതിന്റെ തൊട്ടടുത്തുള്ളത്. അപ്പം ഒരു പച്ച നിറമുള്ളത് ലൈറ്റ് നിറമായിട്ട് വരും. പച്ചപ്പ് കുറച്ച് കുറഞ്ഞതാ ഇതുപോലെ ആവും. അപ്പൊ ഇനി താഴ്ന്ന് കിട്ടുന്നൊക്കെ ആദ്യം പറിക്കുക, എന്നിട്ട് നമുക്ക് മുകളിൽ കയറാം. ഈ സൈഡിൽ വീണാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ മീൻകുളത്തിലോട്ടാണ് വീഴുക, പടുതയൊക്കെ വീഴുക. പടുതേനെ നെറ്റുമ്പലും വീഴും, കുറെ വെള്ളത്തിലൊക്കെ വീഴും. അപ്പൊ ആ സൈഡ് തന്നെ ആദ്യമായിട്ട് പറിച്ചിടാ. ഇതായതല്ലേ. ആ റേഞ്ചുകളൊക്കെ ഒന്ന് പറിക്കാം. ആയതല്ലേ. ഈ കടച്ചക്ക കണ്ടില്ലേ, ഇതൊന്നും മുകളിൽ കയറി നമുക്ക് കാണൂല. ഇതൊക്കെ താഴെ തറ്റത്തായതുകൊണ്ട് ഇതാ ഇതുപോലെ പറിച്ച ഇതാ കുളത്തിന്റെ വലയിൽ മുകളിലാട്ടോ. കുഞ്ഞോളെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വീഴുന്നത് എവിടെയാന്ന് ലാസ്റ്റ് മറന്നു നമ്മള്. ഇതായതാ കുളത്തിൽ വീണ്. ഇപ്പൊ പിടിച്ചില്ലേ സെന്ററിൽ പോയ പിന്നെ കിട്ടൂലതാ. ഇലേന്റെ ഭയങ്കര മറവാ. മുകളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണൂല. ഇതൊക്കെ എളുപ്പത്തിൽ പറിക്കാൻ താഴ്ന്നു തന്നെ പറ്റുള്ളൂ. അവിടെ ഒന്ന് ഈ നെറ്റിന് കറക്റ്റ് കത്തി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടൂല. കറക്റ്റ് വലക്ക് ഓട്ടമില്ലാത്ത ഭാഗത്തൊക്കെ വീണാൽ നമുക്ക് ഇതുപോലെ എടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് തന്നെ എടുക്കേണ്ടി വരുന്നുണ്ടോ. കറക്റ്റ് പാക. കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് കടച്ചക്ക ആയില്ലേന്ന്. നല്ല മൂപ്പായിട്ട് കൊണ്ടുപോയാലേ ഇതുകൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു മൂപ്പായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ്. അപ്പൊ വാങ്ങിച്ചവരെ എപ്പോഴും വാങ്ങിക്കുകയും ചെയ്യും. അധികം ആളും ഇത് മൂക്കാതെ കൊണ്ട് കൊണ്ടുവരും. ഇതെന്താ പ്രശ്നം എന്നറിയോ, അധിക എണ്ണത്തിൽ ഇത് ഉണ്ടാവുക 2 2-3 ഒറ്റക്കൈ സിമ്പിളായിട്ട് എടുക്കുക. അപ്പൊ നെറ്റ് നോക്കി തന്നെ എടുക്കണം. ഇത് നമ്മൾ കടച്ചക്ക പറിക്കാനായിട്ട് പുതിയൊരു തോട്ടി സെറ്റ് ചെയ്താട്ടോ. ഇതാ ഒരു കത്തി വാങ്ങി, നല്ല വളഞ്ഞ് കറക്റ്റ് ഒരു കത്തി. ഇത് വാങ്ങി കെട്ടി തന്ന നിതിന് അതല്ല പോയല്ലോ. നിതിന് മിഞ്ഞാന്ന് വന്ന് കെട്ടി തന്നിട്ട് ഇന്ന് കടച്ചക്ക പറിക്കാൻ വരാറുള്ളതാ. പിന്നെ നിതിനെ കണ്ടിട്ടില്ല. ഇനി ഇവിടെ ഈ സൈഡിൽ കാണിച്ച ഒറ്റ സമയം കാണുള്ളൂ. അതൊന്നും കിട്ടൂലല്ലോ ഇവിടുന്ന്. മുകളിലോ അത് ചിലപ്പോ വലിയ തോട്ടിയിട്ട് കിട്ടും കേട്ടോ. ഞാനെന്താ പറയാ ചെറിയ തോട്ടിയിട്ട് കിട്ടുന്നത് ഇതവിടെ ഒന്ന്. ആയിട്ടില്ലേ, കുറച്ച് കുറവല്ലേ. ഇവിടെ നോക്കിയപ്പം നല്ല ആയ പോലെ. ഇല്ല കുഴപ്പമില്ല. ഇതാ ഇവിടെ വേറെ ഒന്ന് ഇതാ തലയിൽ വീണോ. നല്ല വലിപ്പമുള്ള അല്ലേ. നല്ല വൃത്തിയുള്ള കടച്ചക്ക. അല്ല ചിലതൊക്കെ കഴുകിയിട്ട് തന്നെ പോയി. എന്തായാലും കറ കിടക്കും. കറ നമുക്ക് ലാസ്റ്റ്
ഒന്ന് കറ തുടക്കേണ്ടി വരും. അപ്പൊ പറ്റുന്നത്ര കറ ആദ്യം പോയിക്കോട്ടെ. അത് അവിടെ വന്നിട്ടോ, അത് ബ്ലോക്കഡ് നിന്നാ നല്ല സൂപ്പർ. അയ്യോ അടി പോയി പോയി. നല്ല വെള്ളം ഉണ്ട് കേട്ടോ കുളത്ത് പടുതോലി, അതുകൊണ്ട് എടുക്കാൻ നല്ല എളുപ്പമായി. ഇതായതല്ലേ അതിന്റെ തൊട്ടടുത്ത് കിട്ടുവോ? ലാസ്റ്റ് എടുക്കാം. അല്ല കുറച്ചും കൂടെ മേലിനൊക്കെ വീഴും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ അടുപ്പിച്ചെടുക്കാം. ഓരോന്നും ഇങ്ങനെ എടുക്കാൻ നിന്നാലേ നമ്മുടെ സമയം പോവും. ഇതെവിടെയൊക്കെ ഉണ്ട് കടച്ചൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മള് ഫസ്റ്റ് പറയുന്നത് ഇത്ര കിട്ടൂല. എടുക്കാ ചെയ്യാ വെള്ളത്തിനുള്ള എടുക്കാം. ചിലപ്പോ എടുക്കാൻ പറ്റില്ല. വടി ചെറിയ വടി എടുക്കാം. എനിക്ക് അല്ലല്ല തോട്ടിയിട്ട് എടുക്കാം. ഞാൻ പോകുന്നതിന് മുന്നേ ചാടി പിടിക്കാൻ നോക്കിയതാ. അതെ നമ്മളെടുക്കും. നമ്മളെ ചെറിയ തോട്ടിയിട്ടൊക്കെ കിട്ടുന്നൊക്കെ താഴ്ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടോ. ഇനി ഉള്ളത് നമ്മളെ വലിയ തോട്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും മുകളിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് പറിക്കാൻ പറ്റൂല, തോട്ടി താങ്ങാൻ കഴിയൂല. രണ്ടോ ഒന്ന് ഞാൻ ലക്ഷ്യം വെച്ച് പോണത് ഇതാ പറിക്കട്ടെ. ഇനി ഇവിടെ ഉള്ളത് ഈ തോട്ടിയെ നല്ല വെയിറ്റ് ഉണ്ട്. എന്നാലും ഈ സൈഡിലൊക്കെ ഇങ്ങനെ കിട്ടൂലേ. ഇനി ഇവിടെ നല്ല ആയതുണ്ടോ? അധികം ആയത് നമ്മളെ പടുതേന്റെ ഭാഗത്തുള്ളതാണ്. ഇങ്ങോട്ടൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് നല്ല ആയതല്ലേ ഞങ്ങളെ. ഇത് രണ്ടും ആയതല്ലേ. അതായത് ഏതായാലും ഒന്ന് പറിക്കട്ടെ. അപ്പൊ രണ്ട് വീടാണെങ്കിലും കുഴപ്പമില്ല, രണ്ടും മൂപ്പായതാ. കിട്ടിയില്ല, നെറ്റിന് തന്നെ കുടുങ്ങണം. ഈ കുത്തനെ നിൽക്കുമ്പോഴേ നെറ്റ് കിട്ടാൻ പണിയാ. രണ്ടും വീട് രണ്ടും ആയതാ. ഇതാണ് നല്ല ആയത്, കണ്ടില്ലേ? അടിപൊളി. ഇതും കുഴപ്പമില്ല, കുറച്ച് ചെറിയൊരു കുറവുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു പാകമൊക്കെയാണ് കേട്ടോ. ഇതിലും നല്ല ആയി കഴിഞ്ഞാൽ വേഗം ചക്ക പഴുത്തു പോകും. നമ്മൾ സാധാരണ ചക്ക പഴുക്കുന്നത് മധുരല്ലേ, ചെറിയൊരു മധുരം വരില്ലേ. ചീഞ്ഞും പോവും പഴുത്തും പോവും വേഗം. കടച്ചക്ക പഴുക്കുന്നതിന് മുന്നേ നമ്മളെടുത്ത് ഉപയോഗിക്കണം. അപ്പൊ ഏറ്റവും നല്ലത് മൂപ്പ് വേണം, എന്നാലും അധികം മൂപ്പാവാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ലാസ്റ്റിലൊക്കെ അല്ലേ പറിച്ചെങ്കിൽ. ഇപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുവിധം മൂപ്പാകുമ്പോൾ തന്നെ പറിച്ചെടുക്കും. നീ ഇവിടെ കാണുന്നുണ്ടോ? ഇഷ്ടംപോലെ കാണുന്നുണ്ട്, പക്ഷേ മൂപ്പായത് എന്നിട്ട് ഇപ്പൊ വെയില് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കറക്റ്റ് ആയതാ ഇവിടെ. ഇതാ ഇല്ല തലയിലും തൂല, ഇത് കറക്റ്റാ. ഇതാ കുളത്തിൽ വീട് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇങ്ങനെ വീണുമ്പോൾ വേറെ എടുക്കാം കേട്ടോ. ചെറുതായിട്ട് കത്തിയുണ്ട് ഇവിടെ, ചെറുതായിട്ട് നെറ്റ് ചെത്തി പോന്നു, അത് കുഴപ്പമില്ല. കുത്തനെ നിൽക്കുമ്പോൾ ഭയങ്കര പണിയാ. അത് മുകളിൽ നിന്ന് പറിക്കാൻ സുഖമാണ്, പക്ഷെ താഴേന്ന് കുത്തനെ നിൽക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നെറ്റ് കിട്ടാൻ പണിയാവും. ഒന്നാണെങ്കിൽ കുഴപ്പമില്ല, വലിച്ചും കൊണ്ട് ഇടാം. രണ്ട് മൂന്നെണ്ണമൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് പറിക്കാം. അപ്പൊ നമ്മൾ മുകളിൽ കയറുക കേട്ടോ. ചറവറ പറിക്കണമെങ്കിൽ മുകളിൽ കയറണം. നമ്മളെ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് 1-2 ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് വീഡിയോ ഇട്ടത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ഇട്ട് കടച്ചൊക്കെ പറിക്കുന്ന കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം കേട്ടോ. ഇപ്പൊ 3ാമത്തെ വർഷമായില്ലേ. അന്ന് ഇതിലൊരു ഏണി വെച്ച് കയറിയിട്ട് തോട്ടിയിട്ട് പറിക്കുന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടത്. അതാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോ. നല്ല മരം ഉണങ്ങിയിട്ടോ. എന്നാലും ഇന്നൊക്കെ കുറച്ച് വെയിലുള്ളതുകൊണ്ട് മറ്റേത് നല്ല വഴുക്കൽ വരും. ഇവിടെ കയറിയ കുറെ പറിക്കാൻ കിട്ടും ഞങ്ങളെ. ഇനി ഒരു കാര്യം ചെയ്താൽ നോട്ട് ചെയ്തോണ്ട് ഏത് ഭാഗത്താണ് ഓരോരോന്നും പെറുക്കാൻ നിന്നാല് സമയം പോകും. കുറച്ചുകൂടി പറിച്ചിടാം. പിന്നെ കളയൊന്നുമില്ല അടിയിലൊന്നും, അപ്പം വേഗം നമുക്ക് കാണാം. ഞാൻ പറിക്കട്ടെ.
ഇതൊക്കെ നല്ല നമ്മൾ പറിച്ചതില് ഏറ്റവും സൂപ്പർ ചക്ക ഇതാട്ടോ അത് വരുന്നത്. ഇതാ ഒന്ന് കാണിച്ചു കൊടുക്ക്. നല്ല മൂപ്പായ നല്ല അടിപൊളി ചക്ക കണ്ടോ? ഏത് കെട്ടോ? ഞാൻ വെച്ച് കേടായി പോയി. നെറ്റ് പോയി. നല്ല സൂപ്പർ ചക്കല്ലേ? നല്ല മൂപ്പായതാ. ഇതടുത്തത് പൊട്ടിയോ? നല്ലൊന്നും ഇട്ടില്ല. കുളത്തിലൂടെ വീണ് പൊട്ടി. നല്ല അടിക്കുന്ന സൗണ്ട് കേട്ട് ഇവിടുന്ന്. അടുത്തടുത്തേ ഇതാ കറക്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നല്ലോ. അവിടെ തന്നെ ഒന്ന് അടുത്ത് വരുന്നുണ്ട്. എന്നാലും നമുക്ക് എളുപ്പത്തിൽ പറിക്കാൻ കഴിയുന്ന മുകളിൽ നിന്ന് കേട്ടോ നെറ്റ് കിട്ടണേ. ഈ അടിയിൽ നിന്ന് നേരെ കുത്തനെ നോക്കുമ്പോ ഇത് പറിക്കാൻ കുറച്ച് പണിയാ. ഇത് അടുത്ത് വരുന്നേ. ആയതല്ലേ? ഇപ്രാവശ്യം വലിയ വലിപ്പില്ല. നല്ല മീഡിയം ചക്കാളാ. നല്ല ചെറുതുമല്ല. അത്യാവശ്യം ചക്ക ഇല്ലേ? അതാണ്. ചക്ക കൂടുമ്പോ ചില വർഷം ചക്ക കുറയുന്ന സമയത്ത് വലിപ്പുണ്ടാവും നല്ല. ഇതൊക്കെ ചെറുതാ, പക്ഷെ മൂപ്പായതാണ്. പറിക്കാൻ രണ്ടെണ്ണം വന്ന സീന. സീനായില്ലേ? രണ്ടും വീണ്. ഒന്ന് കുറച്ച് മൂപ്പ് കുറവായിരിക്കും. അതൊക്കെ ഉപ്പേരി വെക്കാനൊക്കെ പറ്റും. കറി വെക്കാനൊക്കെ നല്ല മൂപ്പായത് തന്നെ വേണം. ഇതാ തല വീണോ? തലയിൽ വീഴ. അത് മൂപ്പ് കുറവല്ലേ? ഉണ്ടോ? പിന്നെ വേഗം പറിക്കട്ടെ കേട്ടോ. വീഡിയോ എടുത്ത് മൊത്തം പറിക്കാൻ നിന്നാല് വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോ. എന്തായാലും കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ മുകളിലൊക്കെ. കേറി മുകളിലെത്തിട്ടോ. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഇതിന് എൻ്റെ ആവും. അപ്പൊ ഇതവിടെ നല്ല മൂത്തൊന്നുണ്ട്. അത് കൈയേറ്റ് കിട്ടുക നോക്കട്ടെ കേട്ടോ. നല്ല മൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മൂപ്പും നല്ല വലുപ്പമുണ്ട്. ചക്ക ഉണ്ടോ? നല്ല അടിപൊളി ചക്കയാണ്. പക്ഷെ പഴുത്തു പോയിക്കുന്നു കേട്ടോ. പറ്റുമോ നോക്കാം. എന്തായാലും താഴെക്കിട്ടാലെ പൊട്ടും. കുളത്തേക്കെടുത്തേ. അതാ നല്ല മൂപ്പായി പോയി. പഴുത്ത് ആ പഴുത്തൊക്കെ നമുക്ക് കറി വെച്ചാല് ചെറിയൊരു മധുരം ഉണ്ടാവും. നമ്മള് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ കാണുന്നൊക്കെ കുഞ്ഞോൾ പെറുക്കി കൂട്ടിയിട്ട് ഒരു കൊട്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലുള്ള ഒന്നും അവള് പെറുക്കിയിട്ടില്ല. ഇനി നോക്കുക കുളത്തിന്റെ അവിടെ അല്ലേ, കുളത്തിൽ വീണതും കുളത്തിന്റെ മുകളിലൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങോട്ട് ചാടിക്കല്ല. ആദ്യം നെറ്റ് വലിക്കാനുള്ള താങ്ങാനുള്ള കപ്പാസിറ്റി നെറ്റിനില്ല. ചിലപ്പോൾ നെറ്റ് പൊട്ടും. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും നെറ്റ് മാറ്റും. ഈ കല്ലിൽ തട്ടി എന്നല്ലേ പറഞ്ഞ്? കല്ല് തട്ടി കഴിഞ്ഞാൽ വേഗം പൊട്ടിപ്പോകും. ഇതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ വെള്ളത്തിലോട്ട് വീണും വലയിൽ വീണൊന്നും അല്ലെങ്കിൽ താഴെ വീണത് അങ്ങനെ പൊട്ടൂല. ഇതുപോലെ കല്ലൊക്കെ തട്ടി കഴിഞ്ഞാൽ പ്രശ്നമാവുള്ളൂ. നമുക്ക് ഇതങ്ങോട്ട് നീക്കട്ടെ കുറച്ച്. ഈ ഗ്യാപ്പ് മീൻ കോരാൻ വേണ്ടിയിട്ട് കീറിയ ഭാഗത്തിൽ വൃത്തിയാക്കി വെച്ചതാ. മീനെ പിടിച്ചു നോക്കണം. ഇന്നൊന്നും മീൻ വരില്ല. വെള്ളത്തിൽ ഇങ്ങനെ അനങ്ങിയാലേ നല്ല അനക്കം വന്നുകൊണ്ടൊന്നും തിലോപ്പിയൊന്നും ഇങ്ങോട്ട് വരില്ല.
ടാസ്ക് കുറച്ച് സെന്ററിലുണ്ട് അല്ലേ. നിധിൻ പറിക്കുകയാണെങ്കിൽ ഞാൻ വീണ് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തു പോകാൻ ഇത്ര പണിയില്ലേന് കേട്ടോ. ഇതാ അങ്ങനെ വലുപ്പുണ്ട് അല്ലേ. ഒരു ചീഞ്ഞതുണ്ടല്ലോ, നമ്മൾ പറിച്ചൊന്നുമല്ല, വീണതാ. കണ്ടില്ലേ, ഇങ്ങനെ വേണം ചക്ക. രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല മൂത്തു കേട്ടോ. ഇനി കറക്റ്റാ. ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞോളെ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. മറ്റൊക്കെ ഒരു വടിയായിട്ടേ ഇങ്ങനെ അതുപോലെ ഓട്ടമുള്ള ഭാഗത്തേക്ക് തള്ളി കൊണ്ടുവരണം. ഇവിടെ രണ്ടെണ്ണ, ഇവിടെ ഒക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ കൈയിട്ടോ കേട്ടോ. ഒന്ന് കിട്ടി, മറ്റേത് പോണതിന് മുന്നേ പിടിക്കട്ടെ. ഇതൊക്കെ പടുതൽ ഇത്ര വെള്ളമുള്ള കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ വെള്ളം കുറയ്ക്കുകയും ചെയ്യും. നമുക്ക് മീനെ പിടിക്കണം. വെള്ളം കുറച്ചാ ടാസ്ക് ആട്ടോ. ഇതിന്ന് എടുക്കാൻ കിട്ടൂല. എവിടെ നെറ്റിലാ? വെള്ളത്തിലില്ലേ? 1 2 വലക്ക് നല്ല ഓട്ടമുണ്ട്, പക്ഷെ ഭാഗ്യത്തിന് അധികം ഒന്നും വെള്ളത്തിൽ വീണിട്ടില്ല. ബാ ബാ ബാ. പിടിക്കും പിടിക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അല്ല, സൂപ്പർ ചക്ക. ഇങ്ങനെ വരണം കറക്റ്റ് അല്ലേ. ചപ്പിട്ട മുള്ള്, ചിലത് മുള്ളുള്ളതും ഉണ്ട് കേട്ടോ. പക്ഷെ മൂപ്പായിട്ടുണ്ട്, നിറ വ്യത്യാസം വരും, പക്ഷെ മുള്ള് പതിഞ്ഞിട്ടുണ്ടാവില്ല. അതാ ഇങ്ങനത്തെ ഒക്കെ ഇത് കണ്ടോ. ഇതെല്ലാം പതിഞ്ഞതിനെ കണ്ടോ, കുറച്ചൊരു മുള്ളു പോലെ മൂപ്പായതാണ്. പക്ഷെ ഒരു മീഡിയം ചക്ക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു വലിയ സൈസ് ചക്കകള്. അങ്ങനത്തെ ഇല്ല. ഇതൊക്കെ ഒരു നല്ല വലുപ്പം എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളൂ. എന്നാലും പറ്റ ചെറുതുമല്ല. ഇവിടെ ഒന്നും ഇല്ല ഞങ്ങളെ. ഇത് ഇടയ്ക്കൊരു ഓട്ടം നല്ലതാ. ഇനി ഇവിടെ അത് ഇവിടെ തോട്ടിയിട്ട് ഇങ്ങോട്ട് തള്ളിയെടുത്താല് നമുക്കിന്ന് ഓർഡർ ഉണ്ട് കേട്ടോ. ഓർഡറിലേക്കാണ് നമ്മൾ പറിച്ചത്. കുറെ ദിവസമായി അവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മൂപ്പായിട്ട് പറിക്കാന്ന് പറഞ്ഞിട്ടോ. നമ്മളിവിടെ ഇവിടെ വന്നും ചോദിക്കുന്നുണ്ട് ആളുകള്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് സെറ്റായിട്ട് ഒരു വട്ടം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്നിട വിട്ട് 2 ദിവസം കൂടുമ്പോഴൊക്കെ പറിക്കാനാവും. അപ്പൊ നമ്മളിവിടെ തന്നെ സ്ഥിരമായിട്ട് കടച്ചൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കൊടുക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കും, ഇവിടെ വന്നും വാങ്ങിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 2 കടയ്ക്ക് കൊടുക്കാനുള്ള കടച്ചൊക്കെയാണ്. 2 ബോക്സ് വേണം. നമുക്ക് പറിച്ചത് നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ പറിക്കേണ്ടി വരും. താഴ്ഭാഗത്തുണ്ട്, മുകളിലും കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ ആയത് ഇങ്ങനെ ഓവർ പറിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും ഡിമാൻഡ് വേണമെങ്കിൽ കുറച്ച് ടൈറ്റിൽ പറിക്കണം. നമ്മൾ കുറേ ആയിക്കഴിഞ്ഞാൽ ഡിമാൻഡ് പോവും. ഇതാ എന്തായാലും നമ്മൾ തോട്ടി മൂർച്ച കുറച്ച് കൂടുതലാട്ടോ. നമ്മൾ ഫസ്റ്റ് ഒക്കെ പറിക്കുന്നതുകൊണ്ട്. അപ്പോൾ പാളി കഴിഞ്ഞാൽ വേഗം നമ്മളെ ചക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കുടുങ്ങിയത് കാണിച്ചു തരാം. അത് നമ്മൾക്ക് എടുക്കാം. ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചിട്ടില്ല കേട്ടോ. മിഞ്ഞാന്ന് കുഞ്ഞോളെ 2-3 കൂന് കിട്ടിയപ്പോ ഒരു കടച്ചക്ക പറിച്ചു തരേച്ച്. ഞാൻ പറയില്ല, വീഡിയോ എടുത്ത് ഉദ്ഘാടനം ചെയ്യാതെ കടച്ചക്ക പറിച്ചു തരില്ലായിരുന്നു. ഇതൊക്കെ അങ്ങനെ പറിക്കേണ്ടതായിരുന്നു. നല്ല മൂത്ത്. ഇതാണ് ഉള്ളതിൽ വലിയ ചക്ക അല്ലേ. സൂപ്പർ ചക്ക. പക്ഷെ നെങ്ങുന്നുണ്ട്. നമുക്ക് മധുരം വേണ്ടവർക്ക്, കറിയിൽ മധുരം വേണമെങ്കിൽ ഇത് വെച്ചാൽ മതി. ഞാൻ പറയാം, കത്തിക്ക് മൂർച്ചം കൂടിയപ്പോ ഇങ്ങനെ ആവട്ടോ. ഇതൊക്കെ മൂക്കാത്തൊന്നല്ല, കത്തി തട്ടി ഇവിടെ പൊട്ടി കഴിഞ്ഞാൽ കടച്ചൊക്കെ വേഗം ഇതുപോലെ നിറം നോക്ക്. എന്തോ ഒരു കേടി വന്ന പോലെ ഉണ്ട് അല്ലേ. ആപ്പിളൊക്കെ മുറിച്ച പോലെ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കറങ്ങിലിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന്. ഇത് കത്തി കൊണ്ടാണ്. ഇത് മതി നമുക്ക് രാവിലെ. ഈ വലുതിന്റെ ചെറിയ പീസ് എടുത്തു നോക്കിട്ടോ. ചിലപ്പോ ചെറിയൊരു മധുരം കിടക്കട്ടെ. അപ്പൊ ഇനി വേഗേ ഈ നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ആയില്ല, ഒക്കെ കറ പൊടിഞ്ഞണ്ടില്ലേ. അപ്പൊ ഇനി കറ പൊടിയിൽ നിൽക്കും. ഇനി നമുക്കൊന്നുകൂടെ തുടച്ച് വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒക്കെ കുറച്ചും കൂടെ ബാക്കിയുള്ളൊക്കെ കൊണ്ട് പെറുക്കിയിട്ടേ എല്ലാം അങ്ങോട്ട് കൊണ്ടുവെക്കട്ടെ കേട്ടോ. തികഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ പറിക്കണം. നമുക്ക് നോക്കാം. ഇപ്രാവശ്യം ചക്ക ഒരു മീഡിയം വലിപ്പമായതുകൊണ്ട് നമ്മുടെ ബോക്സ് നിറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഇത്രയും ചക്കയൊക്കെ പറിച്ചാൽ 2 ബോക്സ് ആണ്ട് ചക്ക ആയി. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പറിക്കണം. ഇപ്പൊ കണ്ട നമ്മളെ ചക്കയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചപ്പോൾ നല്ല അടിപൊളിയല്ലേ. മൂപ്പ് കൂടുന്നവരും നമ്മളെ കടച്ചക്കയ്ക്ക് തൂക്കം കുറയും കേട്ടോ, കനം കുറയും.
ചില ആളുകളൊക്കെ ഇത് അധികം മൂപ്പാവാത്ത ചക്കയൊക്കെ പറിച്ചിട്ട് കൊടുക്കും. പക്ഷെ വാങ്ങിച്ചൊരു പിന്നീട് നമ്മൾ ചക്ക വാങ്ങിക്കൂല. അപ്പൊ നമ്മളെ ഫാമിലെ പച്ചക്കറികൾ പോലെ തന്നെയാണ് നമ്മളെ കടച്ചക്കയ്ക്കും ഒരു പേരുണ്ട്. ആ പേര് കിട്ടുന്നത് നമ്മൾ ഇതുപോലത്തെ നല്ല അടിപൊളി കടച്ചക്ക പറിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു മാസം വരെ, ഇന്നപ്പം നമ്മളെ വിളവെടുപ്പ് വിളവെടുപ്പ് എന്ന് പറയാ, ആദ്യത്തെ കടച്ചക്ക നമ്മൾ പറിച്ചത്. ഇനി അങ്ങോട്ട് ഒരു മാസം വരെ നമ്മളെ വീട്ടിൽ വന്നാലും ഫാമിൽ വന്നാലൊക്കെ കടച്ചക്ക കൊണ്ടുപോവാ. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ വന്നോളി. ഇതുപോലെ സൂപ്പർ കടച്ചക്ക, വെറുതെ പറയുന്നല്ല, കണ്ടില്ലേ, നല്ല അടിപൊളി കടച്ചക്കയാണ്.